സുവിശേഷം കേൾക്കാതെ ആരും മരിക്കത്തില്ല. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ന്യായം വിധിക്കും? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളിച്ചെയ്ത നാഥൻ ന്യായം വിധിക്കുക തന്നെ ചെയ്യും. ന്യായവിധി കൊണ്ട് അത് ഉറപ്പാണ്. ന്യായം വിധിക്കണമെങ്കിൽ സുവിശേഷം കേട്ടിരിക്കണം, യഥാർത്ഥ സത്യം അറിഞ്ഞിരിക്കണം. ദൈവം അതിനായി ഓരോരുത്തരെയും ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, എൻ്റെ ജീവിതത്തിലും എനിക്കും ഈ യേശുവിനെ അറിയുവാൻ ഒരവസരം തന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും, ദൈവത്താൽ തിരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവം ചെയ്ത ഉപകാരങ്ങളും സാക്ഷ്യങ്ങളും പ്രസ്താവിക്കാനുണ്ട്. ഒരു സാക്ഷി ഉളവാക്കുമെന്നുള്ള വചനപ്രകാരം മറ്റൊരാൾക്ക് സാക്ഷ്യമായി തീരണം. നിങ്ങളെൻ്റെ സാക്ഷികളാകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവം ചെയ്തിരിക്കുന്ന സാക്ഷ്യം അത് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുവാൻ ഈ സാക്ഷ്യം ഞാൻ പ്രസ്താവിക്കട്ടെ. ഞാൻ യേശുവിനെ അറിയുവാനുണ്ടായിരുന്ന കാരണം, എനിക്ക് ശരീരത്തിൽ 3 രോഗമുണ്ടായി. ബ്ലഡ് ക്യാൻസർ, അൾസർ, മൂത്രത്തിപ്പഴുപ്പ്. ഈ 3 രോഗം വന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാൻ പ്രവേശിച്ചു. ഈ മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് മുമ്പായി എൻ്റെ വീട്ടിലെ സാമ്പത്തികമായിരിക്കുന്ന എല്ലാം തകർന്നു, ശൂന്യമായി, ഒന്നുമില്ല. അങ്ങനെ അവസാനം ഞങ്ങളുടെ അടുത്ത ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുവാനിടയായി. അവരവിടെ പരിശോധിച്ചു. ഇന്നത്തെ പോലുള്ള വലിയ പരിശോധനാ കാര്യങ്ങളോ ഒന്നും വന്നില്ലായിരുന്നു. ഹോമിയോയിൽ അങ്ങനെ കിടന്നു. കുറേ നാൾ അവിടെ ചികിത്സിച്ചു. എനിക്ക് സാമ്പത്തികമൊന്നുമില്ലാത്തത് കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹോമിയോ ആശുപത്രിയിൽ അഡ്മിറ്റായത്. ആ സമയങ്ങളിലൊക്കെ എൻ്റെ വൈഫ് ഒരു പണികളൊക്കെ ചെയ്ത് കൂലിപ്പണിക്കൊക്കെ പോയി എന്നെ അന്വേഷിക്കും. എന്നെ 2 പിള്ളേരുണ്ട്. നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറുന്നതും ഒക്കെ. അങ്ങനെയായി ദൈവത്തിൻ്റെ കൃപയാൽ കുഞ്ഞ് ജനിച്ചു. ഇപ്പോഴെല്ലാം എനിക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിനും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹോമിയോ ആശുപത്രി കിടക്കുന്ന സമയത്ത് വീണ്ടും വന്ന് അവിടെ അഡ്മിറ്റായി. കുഞ്ഞിനെ 6 മാസമായി കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഞാൻ ഹോമിയോ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം, ഏത് സമയത്ത് മരിച്ചു പോകുമെന്നുള്ള ചിന്തയായി. ശരീരമാകപ്പാടെ തളർന്ന് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ മേലാത്ത അനുഭവമായി. അപ്പം പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി. എങ്ങനെയെങ്കിലും മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമോ മനസ്സിൽ കണക്ക് കൂട്ടി പല വഴിയും ഞാൻ തിരഞ്ഞെടുത്തു. പക്ഷേ അന്ന്
ഈ ഹോമിയോ ആശുപത്രിയിലെ ഓരോരുത്തർ സുഖവാസ കേന്ദ്രത്തിൽ വന്ന് കിടക്കുന്നത് പോലെ വന്ന് കിടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. വീട്ടിൽ മടുത്ത് കഴിയുമ്പോഴത്തേന് ആശുപത്രി വരും, വന്ന് കിടക്കും. അത് കഴിയുമ്പോൾ പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ വീട്ടിൽ പോകും. പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് വീണ്ടും വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല. ഒരു അപ്പച്ചൻ അവിടെ ഇതുപോലെ സുഖവാസ കേന്ദ്രം പോലെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പച്ചന് വേറൊരാൾ കൂടെ കൂടി അതിനകത്ത് മദ്യപിക്കും, ബ്രാൻഡിയൊക്കെ മേടിച്ച് മദ്യപിക്കും. ഞാൻ ഈ അപ്പച്ചനുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേന് അപ്പച്ചന് ബ്രാൻഡി വേണം, വൈകുന്നേരം ആകുമ്പോൾ ബ്രാൻഡി വേണം. അപ്പച്ചൻ ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്നോട് ഒതുക്കത്തിൽ പറഞ്ഞു, പോയി മേടിച്ചോണ്ട് വരാമെന്ന് ചോദിച്ചു. എൻ്റെ പൈസയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോകാം അപ്പച്ച പറഞ്ഞു. അദ്ദേഹം ഒരു ഫുള്ള് മേടിക്കാൻ എൻ്റെ പൈസ തന്നു. ഞാൻ ചിങ്ങവനം മമ്പലത്ത് ബാറിലുണ്ട്, അവിടെ ചെന്ന് ഒരു ഫുള്ള് മേടിച്ചുകൊണ്ട് ഞാൻ വന്നു. എനിക്ക് ഡോക്ടർമാർ കൺസെഷൻ തന്നിട്ടുണ്ട്. കാരണം ഇരിക്കാറായിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് വലിയതായിട്ട് നടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ഒന്ന് നടക്കണം, ഇറങ്ങി പതുക്കെ നടക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും വെളിയിലോട്ടൊന്ന് ഇറങ്ങി നടന്നാലും അവരൊന്നും പറയുകയില്ല. ആ കൺസെഷൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ചിങ്ങവനത്ത് പോയി ബാറിൽ ചെന്ന് ഞാൻ ഒരു ഫുള്ളും മേടിച്ച് ഒരു കുപ്പി ബ്രാൻഡി മേടിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. മേടിച്ചുകൊണ്ട് വന്ന് ഹോമിയോ കോളേജിൻ്റെ അവിടുത്തെ ഒരു കോളേജുണ്ട്, സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജിൻ്റെ വാതിക്കൽ ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അന്നൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ഷെഡിൽ മൂലയിൽ ഞാൻ പോയിരിക്കും. എന്നിട്ട് ഗ്ലാസ് ഞാൻ എടുത്തോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമേ ഇത് കൊണ്ടുവന്ന് ബ്രാൻഡി കൊണ്ടുവന്ന് അവരുടെ കൈ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഞാനിപ്പോൾ ഗ്ലാസ് എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. എന്നിട്ട് കുപ്പി ഗ്ലാസ് ചെന്ന് നമ്മുടെ അവിടെ ചെന്നെടുത്ത് അതൊക്കെ ഗ്ലാസ് കഴുകി പോകുന്നത് പോലെ ഞാനിങ്ങനെ നടന്നു പോകും. അങ്ങനെ അവിടെ ചെന്ന് എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, വേദനയില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണം. അപ്പോൾ മദ്യപിക്കുവാൻ വേണ്ടി അവർ ഒരു സ്വല്പമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ബാക്കി മൊത്തം ഞാനങ്ങ് കുടിക്കും. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, ഇതായിരുന്നു എൻ്റെ ചിന്ത. അവസാനം എന്നെ ആ ആശുപത്രിയിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുവാനായിട്ടിടയായി. ഡിസ്ചാർജ് ചെയ്യുക അങ്ങനെയല്ല, അവരെല്ലാവരും കൂടെ കൂടി പിരിവിട്ട്, ആംബുലൻസിന് ഉള്ള പിരിവിട്ട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിടാനായിട്ട് അവർ തീരുമാനപ്പെടുത്തി. അവിടുത്തെ സ്റ്റുഡൻസുകൾ, അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസുകൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇങ്ങനെ അവരൊരു പിരിവിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, വീട്ടിൽ ചെന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം, അല്ലെ പിടിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ പറഞ്ഞു. പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പോവാം, എങ്ങനെയാണ് ഞാൻ പോയിട്ട് വരാം, ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. അവിടുന്ന് ഞാൻ അവരോട് എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് സാമ്പത്തികമൊന്നുമില്ല, വണ്ടിക്കൂലിയൊന്നും മുടക്കാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അതെല്ലാം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, പരിചയമുണ്ടെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് ആരെങ്കിലും കൂട്ടി പറഞ്ഞു വിടാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു കത്തെഴുതി, ഞാൻ എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല, ഞാൻ തന്നെയാണ്, സ്വയമേ വരുത്തിയതാണ്, അതുകൊണ്ട് ആർക്കും ഇതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞൊരു കുറിപ്പെഴുതി ഞാൻ കടന്ന കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സും എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പതുക്കെ ഇരുന്ന് വല്ലാത്ത വയറ്റുവേദനയും അസ്വസ്ഥതയും ശാരീരികമായ ക്ഷീണവും ആഹാരക്കുറവും ഇതെല്ലാം കൂടി എന്നെ അങ്ങ് തളർത്തിയ അനുഭവമായി. ഞാനങ്ങനെ ഞങ്ങളുടെ ദേശത്തൊരു എട്ടുമുറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ചീട്ട് കളിക്കുന്നത്, വലിയൊരു ചീട്ടുകളിയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഞാൻ അവിടെ പോയി അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നവരുടെ അടുക്ക വന്നപ്പോഴത്തേന് പറഞ്ഞു, ഇടാ നീ ഇവിടുന്ന് പോക്കോ, കാരണം ഇവിടെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം നിനക്ക് ഓടാൻ മേല, എല്ലാവരും ഓടും, നീ കാരണം ഞങ്ങളുടെ ഇവിടെ പേര് പറഞ്ഞു കൊടുക്കും, അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു. ഏതായാലും അന്ന് എൻ്റെ കയ്യിൽ ഒരു 20 രൂപ ഉണ്ട്. അത് ഞാൻ രാവിലെ തൊട്ട്
വൈകുന്നേരം വരെ ആ 20 രൂപയും കൊണ്ട് കളിച്ചു. വലിയ നേട്ടമൊന്നും കിട്ടിയില്ല. 20 രൂപ ആയിട്ട് തിരികെ ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേന് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞതിന് പോലെ ഉടനെ അവരെന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി. അവിടുത്തെ ചികിത്സയിലായിരുന്നു. പിന്നീട് എന്നാൽ അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുവാനായിട്ടിടയായി. എന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് എന്നെ ഉപേക്ഷിച്ചു. അവർ ഡേറ്റുകളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും കഴിക്കാനായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. കാരണം ആഹാരമൊന്നും ഇറങ്ങത്തില്ല, വെള്ളം ഇറങ്ങത്തില്ല. അങ്ങനെ ഒരു പെൻസിൽ രൂപത്തിൽ ഞാൻ കിടക്കുകയാണ്. അങ്ങനെ എന്നെ അവിടുന്ന് അവർ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോക്കൂ, ഇവിടെ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൈവിട്ടു. എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ പിതാവ് നേരത്തെ മരിച്ചു. പിന്നെ എൻ്റെ സഹോദരങ്ങൾ അവരാരും എന്നെ ഭവനത്തിൽ കയറ്റിയില്ല. എൻ്റെ അമ്മ ഞാൻ ആശുപത്രി കിടക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു, അവൻ മരിച്ചിട്ട് അവൻ്റെ ശവം ഇവിടെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനിടയായി. അവസാനം എൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ എന്നെ കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ ഒരു പ്രശ്നവിധിക്കാരൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ പ്രശ്നം വെക്കുവാനായിട്ട് ചെന്നു. പ്രശ്നവിധിയിൽ അദ്ദേഹം പറഞ്ഞു, ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഒരർച്ചന നടത്തി വിളക്കുമൊക്കെ കത്തിച്ചിട്ട് വാ, ഇവിടെ ഒന്നും തെളിയുന്നില്ല, അതുകൊണ്ട് അർച്ചനയും നടത്തി വിളക്കും കത്തിച്ചിട്ട് വാ, എന്തെങ്കിലും തെളിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയുടെ അമ്മയും ഭാര്യയും കൂടി എന്നെ എടുത്തുകൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ ഭാര്യയോടും അമ്മയോടും അവർ പറഞ്ഞു, ഒരു കാര്യം പറയാം, ആളെ കിട്ടത്തില്ല, ആൾ മരിച്ചു പോകും. പിന്നെ അദ്ദേഹം പേടിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞതാണ് അർച്ചന നടത്താൻ. നിങ്ങൾ അർച്ചനയൊന്നും നടത്താൻ പോകണ്ട, ഇനി ആളെ കിട്ടത്തില്ല. അങ്ങനെ അവിടെ നിന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. വീട്ടിൽ കടത്തി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എൻ്റെ ഭാര്യയുടെ വീടെന്ന് പറഞ്ഞത് ഒരു കണ്ടത്തിൻ്റെ ഇറമ്പ്, അവിടെ ഇങ്ങനെ മണ്ണ് പൊക്കിയിട്ട് സർക്കാർ കൊടുത്ത ഒരു 4 സെൻറ്റ് സ്ഥലമാണ്. ആ സ്ഥലത്താണ് വീടിരിക്കുന്നത്. അപ്പോൾ വീടിന് ചുറ്റും പച്ചച്ചീര എന്ന് പറയുന്ന ചീര നട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒടിച്ചുകുത്തി ചീര എന്ന് പറയും, ചിലയിടത്ത് മലബാർ ചീര എന്ന് പറയും. പച്ചയാണ്, അതിങ്ങനെ നല്ല പൊക്കത്തിൽ വളരും. അതൊരു മതിൽ പോലെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ നിൽക്കുന്നവർക്ക് അപ്പുറം നിൽക്കുന്നവരെ കാണത്തില്ല, അപ്പുറം നിൽക്കുന്നവർക്ക് ഇപ്പുറം നിൽക്കുന്നവരെ കാണത്തില്ല. അതേ നിലവാരത്തിലാണ് ആ ചീര നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, വേലി വെച്ചിരിക്കുന്നത്, ഒരു മതിലിന് തുല്യമായിട്ട്. ദൈവത്തിൻ്റെ കൃപയാൽ പറയട്ടെ, എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു തോന്നൽ തോന്നി, എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഒരു തോന്നൽ തോന്നി, ആളിടെ മരിച്ചു പോകും, ജ്യോത്സ്യനും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം ഇതെല്ലാം ചവിട്ടിൽ മേടിച്ച് പോകാതിരിക്കാൻ വേണ്ടി അമ്മച്ചി അത് ചെടിയുടെ നീളം കുറച്ചു. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്നാൽ കാണാത്ത നിലവാരത്തിലായിരുന്നു ഈ ചീര വളർന്നു നിൽക്കുന്നത്. എന്നാൽ അത് വെട്ടിയിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ പൊക്കത്തിൽ എന്ത് ചെയ്തു, ഇത് കുറ്റിയായിട്ട് ഇങ്ങനെ ലെവലെ മുറിച്ച് നിർത്തി. എന്നെ കേൾക്കുന്ന ദൈവവേദിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ
ദൈവം ഒരാളെ വിളിച്ച് വേർതിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം വേർതിരിക്കുവാൻ വേണ്ടി അനേകരെ ദൈവം ഒരുക്കും. സ്തോത്രം. ദൈവം അനേകരെ ഒരുക്കും. എൻ്റെ അമ്മായിയമ്മ എൻ്റെ രക്ഷയ്ക്ക് കാരണമായിട്ട് ദൈവം ആദ്യമേ ഒരുക്കുവാനിടയായി. കാരണം ആ ചീര എല്ലാം വെട്ടി റെഡിയാക്കി. ഇതിൻ്റെ പിറ്റേ ദിവസം, അതായത് 3-ാമത്തെ ദിവസം, മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതിൻ്റെ 3-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ വീടിൻ്റെ മുറ്റത്തോടെല്ലാം ഇങ്ങനെ ആൾക്കാർ ഓടുക. വീടിൻ്റെ സൈഡിൽ തന്നെ വഴിയുണ്ട്, ആൾക്കാർ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഞാൻ കിടക്കുന്ന മുറി കിടക്കുമ്പോൾ കാണാൻ ആൾക്കാരിങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചു, വലിയ ഒച്ചപ്പാടിലൊക്കെ പിള്ളേരൊക്കെ ഓടുകയൊക്കെ ചെയ്തു. ഞാൻ ചോദിച്ചു, എൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് അവിടെ ഇത്ര സംഭവം, ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് കോളനി ആയതുകൊണ്ട് കോളനിയിൽ ആരെങ്കിലും മരിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ മരണമെന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. കാരണം ഞാനും ഏകദേശം മരിക്കാറായി കിടക്കുകയാണല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ചപ്പോൾ തന്നെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാനോർത്ത് ആ ചുറ്റുപാട് ആരാണ്ട് മരിച്ചതായിരിക്കും ഈ ആൾക്കാർ ഓടുന്നതെന്ന് വിചാരിച്ചു. എൻ്റെ